ഹാരിസൺ കമ്പനി കെ.പി. യോഹന്നാന് വിറ്റ ചെറുവള്ളി എസ്റ്റേറ്റിൽ സ്ഥാപിക്കുന്ന വിമാനത്താവളത്തിനെതിരെയാണ് ഭൂരഹിതരുടെ സംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. മുമ്പ് വിവിധ അന്വേഷണങ്ങളിൽ സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തിയ കയ്യേറ്റത്തെ വെള്ളപൂശാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നതായി ഇവർ ആരോപിക്കുന്നു. വിമാനത്താവളം സ്ഥാപിക്കുന്നത് സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയിലായിരിക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. സർക്കാർ നിയമനിർമ്മാണം വഴി ഏറ്റെടുക്കാം. ആ ഏറ്റെടുത്തിട്ട് ആ ഭൂമിയിൽ വിമാനത്താവളം പണിയട്ടെ. ബാക്കി ഭൂരഹിതര ആളുകൾ കുറച്ച് ആളുകൾ വിതരണം ചെയ്യട്ടെ. 5 ലക്ഷം ഭൂരഹിതരാണ് കേരളത്തിലുള്ളത്. ഭൂസമരക്കാർക്ക് കൊടുക്കാൻ ഭൂമിയില്ലെന്നും സർക്കാർ പറയുന്നു. കയ്യേറ്റ കേസുകളിൽ ഉൾപ്പെട്ട ഭൂമിയുടെ ഉടമയ്ക്ക് ഷെയർ നൽകി ഭൂമി വാങ്ങുന്നതോടെ 30 വർഷമായി നടക്കുന്ന വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കേസുകളിലെല്ലാം സർക്കാർ തോൽക്കുമെന്നതാണ് ആശങ്ക. ഹാരിസൺ മലയാളം മുറിച്ചുവിറ്റ ഭൂമി അത് സർക്കാർ ഭൂമിയല്ല എന്ന് മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനം ഹാരിസൺ ഉൾപ്പെടെ അല്ലെങ്കിൽ AVT ഉൾപ്പെടെ TRNT ഉൾപ്പെടെ ഉള്ള മുഴുവൻ കമ്പനികൾക്കും നാളെ ഈ ഭൂമി മുഴുവൻ തിരിച്ച് അവരുടെ തന്നെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അത് എത്തപ്പെടുമെന്നുള്ളതാണ്. ഡിസംബർ 2-ാം വാരം എറണാകുളത്ത് ചേരുന്ന യോഗത്തിൽ സമരപരിപാടിയും നിയമപരമായ നടപടിയും ഭൂരഹിത സംഘടനകൾ തീരുമാനിക്കും. ആറന്മുളയ്ക്ക് പിന്നാലെ എരുമേലിയിൽ സ്ഥാപിക്കുന്ന വിമാനത്താവളവും വിവാദങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് ഭൂരഹിതരുടെ സംഘടനകൾ നൽകുന്നത്. പി. വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലാണ് നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതിക്ക് താരതമ്യേന കോട്ടം വരുത്താതെ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് മധ്യ തിരുവിതാംകൂറിന്റെ വികസനത്തിന് വഴിവെക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് ഉപകാരപ്പെടുന്നതിനൊപ്പം 3 ജില്ലകളിലെ ടൂറിസം വികസനത്തിനും പദ്ധതി കാരണമാകും. വിമാനത്താവളം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ തേക്കടി, ഗവി, വാഗമൺ എന്നിവിടങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരാനാകും. ഇത് വിദേശ ടൂറിസ്റ്റുകൾ കൂടുതലെത്താൻ ഇടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ മാതൃകയിലാകും പദ്ധതി നടപ്പിലാക്കുക. പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രവാസി സമൂഹം പണം മുടക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞതായി PC ജോർജ് MLA പറഞ്ഞു. അങ്ങനെ 2500 കോടി രൂപ വരെ അതിൽ കൂടുതൽ വേണ്ടി നിന്നാൽ അതിൽ കൂടുതലും ഈ വിമാനത്താവള നിർമ്മാണത്തിന് വേണ്ടി തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഈ 2/11/2016 മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവള നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന കമ്പനിയെ വെച്ച് പഠനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഉടൻ റിപ്പോർട്ട് നൽകാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിമാനത്താവള പദ്ധതിയോടനുബന്ധിച്ച് മുടങ്ങിക്കിടക്കുന്ന ശബരി റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടികൾക്കും വേഗം കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.